വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ ലഞ്ചിന് തന്നു വിട്ടിരുന്ന എനിക്കിഷ്ടപ്പെട്ട രണ്ട് കറികൾ അടങ്ങുന്ന ഒരു സിമ്പിൾ ലഞ്ചാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു സിമ്പിൾ എഗ് റോസ്റ്റ് ആണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, അതിനകത്തേക്ക് 2 സവാള ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2-3 കറി ലീവ്സ്, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാനവിടെ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് തക്കാളി ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ പണ്ട് ചോറിൻ്റെ ഒപ്പം കൊണ്ടുവരുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ ചപ്പാത്തിയുടെ ഒപ്പം കൊണ്ടുപോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഒരു തക്കാളി വഴറ്റിയതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, ഒരു ചെറിയ കഷ്ണം സവാള, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമ്മുടെ തക്കാളി എരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി തക്കാളി വഴറ്റിയത് റെഡിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ചോറ് പാത്രത്തിൽ ചൂട് ചോറിൻ്റെ മുകളിൽ ഈ ഒരു തക്കാളി വഴറ്റിയതും പിന്നെ ആ ഒരു എഗ് റോസ്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തുറക്കണ സമയത്ത് നല്ലൊരു അടിപൊളി സ്മെല്ലും ആയിരിക്കും. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ ഇന്നെന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നമ്മുടെ മീൻ കൂടിയും വറുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട് മീൻ വറുത്തു. ആവോലി മീനായിരുന്നു. അപ്പോൾ അത് വറുത്തോണ്ടിരിക്കുന്ന സമയത്താണ് പാച്ചുവിൻ്റെ അടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാച്ചുവിന് എക്സാമാണ്. അപ്പോഴേക്കും അവൻ അടുക്കളയിലോട്ട് ഓടി വന്നിട്ട് അമ്മേ ഇന്ന് ചിക്കൻ ഇല്ലേന്ന് വെച്ചിട്ട് വന്നു. അവൻ വന്നിട്ട് പറയുന്നതാണ് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന്, അവൻ ചിക്കൻ വറുത്തോളാന്ന് പറഞ്ഞിട്ട്, ചിക്കൻ ഇല്ലെങ്കിൽ അവന് ചോറിറങ്ങൂല എന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ വറുത്തു. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും ചാറുകറി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പാച്ചുവിനാണെങ്കിലും ചാറുകറി ഒന്നും വേണ്ട. അപ്പോൾ ഇത് തന്നെ വളരെയധികം ധാരാളമാണ്. അപ്പം ഞാൻ ചോറൊക്കെ എടുത്തു, അതിനകത്തേക്ക് എൻ്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കറികളൊക്കെ ആഡ് ചെയ്തു. തക്കാളി വഴറ്റിയതും, പിന്നെ തക്കാളി വാട്ടിയതും, പിന്നെ മീൻ വറുത്തതും, പിന്നെ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റും, പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങാച്ചാറും കൂടി വെച്ചപ്പോൾ കുശാൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ബൈ.